നമസ്കാരം, എല്ലാവർക്കും വീട് വിചാരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈയിടെ അടുത്ത സമയത്ത് കോട്ടയത്ത് ഒരു കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുകയുണ്ടായി. കോഴ്സ് ഓട്ടോമേറ്റീവ് എന്നുള്ള സ്ഥാപനത്തിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റാണ്. അതിൻ്റെ കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ ചെയ്ത അനീഷ് കുമാർ എന്നോടൊപ്പം ഉണ്ട്. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അനീഷ് ആ കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ന് ഈ വീഡിയോയിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യം നമുക്ക് അനീഷിനെ ഒന്ന് പരിചയപ്പെടാം. ഹലോ അനീഷ്. അനീഷ് കുമാർ, സ്കെയിൽ ആർട്ട് ഇൻറ്റീരിയർ MD ആണ്. ഇൻറ്റീരിയർ വർക്കുകൾ കൈകാര്യം ചെയ്യുന്നു. എവിടെയാണ് സ്ഥാപനം? ശരിക്കും പറഞ്ഞാൽ കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോടിലാണ് നമ്മുടെ ഓഫീസ് ഫാക്ടറിയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഓൾ ഓവർ കേരള ഔട്ട്സൈഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ, അനീഷ് എന്നോട് ചോദിച്ചു, ഒരു വീട് അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എപ്പം ഡിസൈൻ ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ഒത്തിരിയധികം വീടിൻ്റെ ഇൻറ്റീരിയേഴ്സ് അതുപോലെ കൊമേഴ്ഷ്യൽ സ്പേസിൻ്റെ ഒക്കെ ഇൻറ്റീരിയേഴ്സ് ചെയ്യുന്ന ആളാണ്. പക്ഷേ അതിൻ്റെ ഡിസൈനിങ് പാർട്ട് എപ്പം തുടങ്ങണം എന്നുള്ളതാണ് അദ്ദേഹം എന്നോട് ചോദിക്കേണ്ടത്. ഞാൻ ഒരു വീടിൻ്റെ ഒരു പ്ലാന് നിങ്ങൾ ആദ്യം ഇപ്പോൾ കാണിക്കാം. നിങ്ങൾ സ്ക്രീനിലേക്കൊന്ന് ശ്രദ്ധിക്കുക. ഈ വീടിൻ്റെ പ്ലാൻ നോക്കുമ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ബെഡ്റൂമുകൾ, ലിവിങ് റൂമുകൾ എല്ലാം ആ ഡ്രോയിങ്ങിനകത്ത് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കിയാൽ അറിയാൻ സാധിക്കും, ഒറ്റ ഒരു ഫർണിച്ചേഴ്സ് പോലും അതിനകത്ത് ഇട്ടിട്ടില്ല. എൻ്റെ ആ റൂമിനകത്ത് ഒരു കിങ് സൈസ് ബെഡ് കിടക്കുമോ അതോ ക്യൂൻ സൈസ് ബെഡ് കിടക്കുമോ? ഇനി ബെഡ് ഇട്ട് കഴിഞ്ഞാൽ 2 സൈഡ് ടേബിളിനുള്ള സ്പേസ് ഉണ്ടോ അതോ ഒരു സൈഡ് ടേബിളിനുള്ള സ്പേസേ ഉള്ളോ? എൻ്റെ വാർഡ്രോബിൻ്റെ ഡോറ് തുറക്കുമ്പോൾ എൻ്റെ സൈഡ് ടേബിളിൽ വന്ന് മുട്ടുമോ? അല്ലെങ്കിൽ എൻ്റെ വാർഡ്രോബിൻ്റെ പൊസിഷൻ എവിടെയാണ്? അല്ലെങ്കിൽ എൻ്റെ ബെഡ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ റൂമിനകത്ത് എത്രമാത്രം സ്പേസ് ഉണ്ട് എന്നൊന്നും നിങ്ങൾക്ക് ഈ ഒരു പ്ലാനിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. കാരണം ഇത് ഫർണിച്ചർ ലേഔട്ട് ഇല്ലാത്ത ഒരു പ്ലെയിനായിട്ടുള്ളൊരു പ്ലാനാണ്. ഇതിനുശേഷം ഇപ്പം ഞാൻ ഒരു പ്ലാൻ നിങ്ങളുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ലിവിങ് റൂമിലേക്ക് വരുമ്പോഴത്തേക്ക് ലിവിങ് റൂമിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു സോഫ കാണിച്ചിട്ടുണ്ട്. ആ സോഫയുടെ മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മളത് വരച്ചിരിക്കുന്നത്. റിയൽ ടൈം മെഷർമെൻറ്റ് വെച്ചിട്ടാണ് അത് വരച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഫർണിച്ചർ, അതിൻ്റെ ഒരു ടീ ടേബിൾ, അത് 4 അടിയുടെ ആകാം 5 അടിയുടെ ആകാം, എത്ര ഫീറ്റിൻ്റെ ആ ഒരു ടീ ടേബിളാണോ ആ ടീ ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പാർട്ടീഷൻ വാൾസ് വരുന്നുണ്ട്. ഡൈനിങ് ടേബിൾ വരുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും. ഇപ്പോൾ ഒരു ബെഡ്റൂമിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ബെഡിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബെഡിൻ്റെ ഹെഡ് വരുന്ന പൊസിഷനുണ്ട്. വാർഡ്രോബ് ഉണ്ട്. 2 സൈഡ് ടേബിൾസ് ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഫുള്ളി നമ്മുടെ ഫർണിച്ചർ ലേഔട്ടിങ് ചെയ്തിട്ടുള്ള പ്ലാനാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു പ്ലാന് വരയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനിങ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ പറയും. അങ്ങനെ തന്നെ ചെയ്തും പോകണം. കാരണം ഫർണിച്ചർ ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ പ്രൈമറി സ്റ്റെപ്പാണ്. ആ ഇൻറ്റീരിയർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫർണിച്ചർ ലേഔട്ട് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ വീട് നമ്മളൊരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു പ്ലാൻ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇൻറ്റീരിയർ ലേഔട്ടിൽ തന്നെ നമ്മൾ പോകാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു ഫർണിച്ചർ ലേഔട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ എക്സിക്യൂഷനിലേക്ക് പോവുകയാണ്. വീടിൻ്റെ സ്ട്രക്ചർ വർക്ക് നടക്കുകയാണ്. എപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ 3D ഡിസൈനിങ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വീടിൻ്റെ ഇപ്പോൾ 2 നിലയുള്ള വീടാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കോൺക്രീറ്റിങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഷട്ടേഴ്സൊക്കെ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലയൻറ്റ് നമ്മുടെ ആ സൈറ്റ് ഒന്നും കൂടെ വിസിറ്റ് ചെയ്തതിന് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് ഞാൻ പറയും. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഫർണിച്ചർ ലേഔട്ടിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്, വീടിൻ്റെ അളവുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു നോർമൽ ഒരു ആളെ സംബന്ധിച്ച് ആ വീടിൻ്റെ സൈസ് എത്രയുണ്ടെന്ന്, അല്ലെങ്കിൽ ആ മുറിയുടെ സൈസ് എത്രയുണ്ടെന്നുള്ളത് നമ്മുടെ വാർപ്പിന് ശേഷം നമ്മുടെ ഫ്ലോർ കോൺക്രീറ്റിംഗ് ഒക്കെ ചെയ്തതിന് ശേഷമായിരിക്കും കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവുക. അപ്പോൾ അവർക്ക് ഒന്നും കൂടെ വന്നിട്ട് ഈ ഫർണിച്ചർ ലേഔട്ടിങ് എല്ലാം ചെയ്തതുപോലെ തന്നെ ആ സൈറ്റിൽ ഇരുന്നുകൊണ്ട് മെഷർമെൻറ്റ്സ് എല്ലാം ഒന്നും കൂടെ റീചെക്ക് ചെയ്ത് ഒന്നും കൂടെ വ്യക്തത വരുത്തിയിട്ട് അതിൻ്റെ 3D ഡിസൈനിങ്ങിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് 3D ഡിസൈനിങ് ഒക്കെ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരിയധികം പുതിയ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പുതിയ ഡിസൈൻസ് ഓരോ ദിവസവും ഇൻറ്റീരിയർ ഇൻഡസ്ട്രിയിൽ വരുന്നതാണ്. ഡിസൈനിങ് ഒക്കെ തന്നെ ചെറിയ ചാർജസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് അപ് ടു മാർക്കറ്റ് ഡിസൈൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻറ്റീരിയർ 3D ഡിസൈനിങ്ങിന് ഉത്തമമായിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ, വീടിൻ്റെ വാർപ്പൊക്കെ കഴിഞ്ഞ് ഷട്ടറിങ് ഒക്കെ റിമൂവ് ചെയ്ത് ആ ഫ്ലോർ കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ക്ലയൻറ്റും നമ്മുടെ ഡിസൈനറും കൂടെ ഒരുമിച്ച് ആ സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് ഓരോ പോർഷൻസ്, നമ്മുടെ സോഫ ഇങ്ങനെയാണ് വരുന്നത്, നമ്മുടെ പാർട്ടീഷൻ വോൾ ഇങ്ങനെ വരും, ഷോ വോൾ ഇങ്ങനെ വരും,
നമ്മുടെ ഡൈനിങ് ടേബിൾ ഈ പോർഷനിലാണ് വരുന്നത്, വാഷ് കൗണ്ടറിൻ്റെ ഏരിയ ഇവിടെ തൊട്ട് ഇവിടെ വരെ വരും, ക്രോക്കറി യൂണിറ്റ് ഇത്രയും നീളത്തിൽ വരും എന്നൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഫൈനലായിട്ടുള്ള ക്ലയൻറ്റിൻ്റെ ഒരു അപ്രൂവലും കൂടെ എടുത്ത് ഇനി എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് വേണമെങ്കിൽ ആ സമയത്ത് നമുക്ക് വരുത്താം. ക്ലയൻറ്റ് ഉദ്ദേശിച്ച രീതിയിലുള്ള വലിപ്പം എന്താ പറഞ്ഞാൽ വേണ്ട നമ്മുടെ ക്രോക്കറി യൂണിറ്റിന് ഇച്ചിരി ചെറുതാക്കണമായിരുന്നു എങ്കിൽ ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്ത് ഫൈനലൈസ് ചെയ്ത് നമ്മൾ ഒരു 3D ഡിസൈനിങ് ആ സമയത്ത് ചെയ്യുന്നതാണ്. അതായത് വീടിൻ്റെ റൂഫ് കോൺക്രീറ്റിങ്ങും ഫ്ലോർ കോൺക്രീറ്റിങ്ങും കഴിഞ്ഞ് 3D ഡിസൈൻ ലേറ്റസ്റ്റ് അപ് ടു മാർക്കറ്റ് ഡിസൈൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻറ്റീരിയേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാർക്കും ആ പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസ് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ പോലെ തന്നെ അനീഷിൻ്റെ സ്കെയിൽ ആർട്ട് ഇൻറ്റീരിയേഴ്സിൽ എങ്ങനെയാണ് നമ്മുടെ ഇൻറ്റീരിയേഴ്സ് ഡിസൈൻ ചെയ്തതിൻ്റെ എക്സിക്യൂഷൻ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇൻറ്റീരിയർ എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ടൈം, ക്വാളിറ്റി, ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഘടകങ്ങളാണ്. പിന്നെ ആ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ നമ്മൾ ഏതാണോ കസ്റ്റമറുമായിട്ട് പറഞ്ഞ് ഉറപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ടത്, അപ്പോൾ അത് നമുക്ക് അതിനുള്ള സ്പെക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇപ്പോൾ എഞ്ചിനീയർ ത്രൂ ആണെങ്കിലും നമുക്ക് കിട്ടാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു എക്സിക്യൂഷൻ ലെവലിലേക്ക് കടക്കുമ്പോൾ ഈ 2-3 കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ആ ഒരു ഫിനിഷിങ് എല്ലാം ഒത്തുപോകത്തക്ക രീതിയിൽ ടൈം, പിന്നെ നമുക്കറിയാം ഇപ്പം സ്കെയിൽ ആർട്ടാണെങ്കിൽ നമ്മൾ ഓൺ ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറി മേക്ക് ചെയ്തിട്ടുള്ള യൂണിറ്റുകൾ അത് അതേപടി തന്നെ അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തി സൈഡിലെത്തിക്കാനും കൃത്യമായിട്ടുള്ള ഒരു ടൈമിൽ ഇപ്പോൾ ഒരു 1 മന്ത് ടൈമിനുള്ളിൽ നമുക്കൊരു 3000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് ഭംഗിയായിട്ട് തീർത്ത് കൊടുക്കാനുള്ള ടൈമുണ്ട്. അതിപ്പം പുതിയ രീതിയിൽ ചെയ്യുമ്പോഴാണ് നമുക്കത് പോസിബിളായിട്ട് വന്നത്. അപ്പം എല്ലാം നമ്മുടെ മിഷൻ വർക്ക് ചെയ്ത്, അതായത് നമുക്കറിയാം പ്രസ്സിങ്, എഡ്ജ് ബാൻഡിങ്, അതുപോലെ തന്നെ കട്ടിങ്, ഈ പറഞ്ഞ 3 പ്രോസസ്സിലൂടെ അതിനെ മെഷീനറി വഴി തന്നെ നമ്മുടെ എക്സിക്യൂഷൻ പൂർണ്ണമായിട്ടും അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ക്വാളിറ്റി അഷുറൻസോട് കൂടി നമ്മൾ സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്ത് തീർക്കുകയാണ് പതിവ്. പിന്നെ അതിൽ കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഡാമേജ് വരാത്ത രീതിയിലുള്ള എക്സിക്യൂഷൻ എപ്പോഴും തന്നെ കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ചെതല് പോലുള്ള കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ അതിൻ്റെയൊക്കെ ബാക്ക് ഏരിയ, ഇപ്പോൾ നമ്മൾ മറൈൻ പ്ലൈവുഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ബാക്ക് പാനൽ നമ്മൾ മൾട്ടിവുഡ് പോലെ ഉള്ള മെറ്റീരിയൽ ഉപയോഗിക്കും. അനീഷ് ഇപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ കസ്റ്റമർ ശ്രദ്ധിക്കണമെന്ന് വിചാരിച്ചത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്യാനുള്ളൊരു പെർമിഷൻ തരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബഡ്ജറ്റ് തരണം എന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചത്. ഞാനിപ്പോൾ ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഒരു എസ്റ്റിമേറ്റ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്നുള്ളത് പറയാമോ? നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ്. ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കമ്പനി തയ്യാറാക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എഞ്ചിനീയർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ കിട്ടുന്ന ഒരു ഡിസൈൻ വെച്ചിട്ട് പ്രോപ്പറായിട്ട് നമ്മുടെ കസ്റ്റമർക്ക് ഒരു നല്ലൊരു ബഡ്ജറ്റ്, അതെല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം ആ ഒരു ബഡ്ജറ്റിൻ്റെ പാർട്ട് എടുക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെറ്റീരിയൽ സ്പെക്ക്. പക്ഷേ ഈ ഓവറായിട്ട് ഈ ബഡ്ജറ്റ് കുറച്ചുകൊണ്ട് നമ്മൾ മെറ്റീരിയൽ പിന്നെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാതെ നല്ല മെറ്റീരിയൽസ് ചൂസ് ചെയ്യുന്ന ഈ കസ്റ്റമറെ സപ്പോർട്ട് ചെയ്യുക. അതായത് അത് തന്നെ ക്വാളിറ്റി മെറ്റീരിയൽ. ഇന്നിപ്പം നമുക്കറിയാം നമ്മുടെ മേജർ മെറ്റീരിയൽസ് WPC, മറൈൻ പ്ലൈ, മൾട്ടിവുഡ്, ഇങ്ങനെ സെഗ്മെൻറ്റാണ് നമുക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ തന്നെ ക്വാളിറ്റി പോകാതെ തന്നെ ഈ മെറ്റീരിയൽസ് തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അത് ക്വാളിറ്റി പോകാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടി എപ്പോഴും ആ ഒരു കസ്റ്റമർ സൈഡിൽ നിന്നുകൊണ്ട് നമ്മൾ കൂടുതൽ അവയർനെസ് കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്നിട്ട് നിങ്ങളൊരു എസ്റ്റിമേറ്റ് ഫൈനലൈസ് ചെയ്തിട്ടാണ് നിങ്ങൾ എക്സിക്യൂഷനിലേക്ക് പോകുന്നത്. ഓക്കെ, നമുക്ക് ഇന്ന് ഇൻറ്റീരിയേഴ്സ് ചെയ്യാൻ വേണ്ടി ഒത്തിരി അധികം മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇപ്പോൾ മറൈൻ പ്ലൈവുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്, പല കമ്പനികളുടെ മെറ്റീരിയൽസ് ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഇന്ന് കിടക്കുന്നില്ല. പക്ഷേ അത് ഏറ്റവും നല്ല രീതിയിൽ നല്ല മെറ്റീരിയൽസ് ഇട്ട് നല്ല ബഡ്ജറ്റിൽ നമുക്ക് ഇൻറ്റീരിയേഴ്സ് ചെയ്യാനാണ് ഏതൊരു കസ്റ്റമറും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഇൻറ്റീരിയേഴ്സ് ചെയ്തു പോകാൻ സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ ഞാൻ ഇന്ന് നിങ്ങളുടെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങൾ ഒന്നും കൂടെ ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. വേറെ ഒന്നുമല്ല, നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനിങ് നമ്മൾ വീടിൻ്റെ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തുടങ്ങണം. അതായത് അതിൻ്റെ ഫർണിച്ചർ ലേഔട്ടിങ് എല്ലാം തന്നെ ആദ്യത്തെ നമ്മുടെ പ്ലാനിനോടൊപ്പം തന്നെ ചെയ്യണം. അതിനുശേഷം നമ്മൾ വീടിൻ്റെ ഇൻറ്റീരിയർ 3D ഡിസൈനിങ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ റൂഫ് കോൺക്രീറ്റിങ്, അതായത് സ്ട്രക്ചറൽ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ, റൂഫ് കോൺക്രീറ്റിങ്ങും ഫ്ലോർ കോൺക്രീറ്റിങ്ങും കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മളൊരു ക്ലയൻറ്റ് ഒന്നും കൂടെ സൈറ്റ് വിസിറ്റ് ചെയ്ത്, ക്ലയൻറ്റും എഞ്ചിനീയറും അല്ലെങ്കിൽ ആർക്കിടെക്റ്റും കൂടെ സൈറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം ഫൈനലൈസേഷൻ ചെയ്തതിന് ശേഷം വേണം ഇൻറ്റീരിയർ ലേറ്റസ്റ്റ് 3D ഡിസൈനിങ് ചെയ്യാൻ. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിൻ്റെ ഏറ്റവും നല്ല ഇൻറ്റീരിയേഴ്സും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപയോഗപ്രദമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.